ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് റമദാനൊക്കെ ആണല്ലോ, നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണെന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഉന്നക്കായ്ക്ക് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം ഞാൻ 3 വലിയൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇവിടെ സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. അല്ലെങ്കിൽ വെള്ളം ഇല്ലാതെ പിഴിഞ്ഞെടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഏകദേശം ഒരു 7 മിനിറ്റോളം നമുക്കൊന്ന് സ്റ്റീം ചെയ്താൽ തന്നെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇത് അടച്ചു വെച്ചിട്ടൊന്ന് സ്റ്റീം ആക്കിയെടുക്കാം. പഴം കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തെടുത്തിട്ടുള്ളത്. ഈ നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം നട്ട്സ് ഒന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ കിസ്മിസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. നന്നായിട്ട് കിസ്മിസ് ഒന്ന് പൊങ്ങി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തേങ്ങയാണ്. ഞാൻ 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മളിങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ലോയിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും, അതിന് ടേസ്റ്റൊക്കെ മാറും. ഇത് ജസ്റ്റ് ചൂടായി കിട്ടിയാൽ മതി. നന്നായിട്ട് ഈ ഒരു തേങ്ങ എല്ലായിടത്തും ചൂടാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള എത്രയാണോ അത്രയ്ക്കും പഞ്ചസാര നമുക്കിത് ആഡ് ചെയ്യാം. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു പഞ്ചസാര ഈ ഒരു തേങ്ങയുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ മതി. ഇനി ഫ്ലെയിം ഒന്ന് ഓഫാക്കി എടുക്കാം. പഴം ഏകദേശം 7 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം എടുത്ത് മാറ്റണം. നല്ല ചൂടോട് കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു ഇതൊക്കെ ചെയ്യേണ്ടത്. ചൂട് ആറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഉടച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാനതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ നല്ല ചൂടോട് കൂടി തന്നെ ഉടച്ചെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നാലേ നമുക്ക് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുള്ളൂ. നമ്മുടെ ഈ പഴത്തിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല. വെള്ളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉരുട്ടിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ കയ്യിൽ തടവി കൊടുക്കാം. നല്ല സ്മൂത്തായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടൊരു ബോളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. കൈവെള്ളയിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കൂട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു തേങ്ങാക്കൂട്ടൊന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. കൈവെള്ളയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. കയ്യിൽ ഓയിൽ എന്തായാലും തടവി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും, കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഉന്നക്കായ ഇവിടെ റെഡിയായി നല്ല ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കണം. എല്ലാ ഉന്നക്കായും നമ്മൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്.
ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം, അത് പൊട്ടിപ്പോകാതെ നോക്കണം. അതിൻ്റെ ഉള്ളിലുള്ള തേങ്ങയൊക്കെ പുറത്തേക്ക് വരാതെ നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഉന്നക്കായ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ബാക്കിയുള്ള ഉന്നക്കായും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അങ്ങനെ എല്ലാ ഉന്നക്കായും ഇവിടെ പൊരിച്ച് കോരിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. അസ്സലാമു അലൈക്കും.